ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴവും മുട്ടയും കൊണ്ട് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്ത ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അതുമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ വട്ടത്തിലാണ് കേട്ടോ ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ 2 പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം പഴം എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ട് പഴുത്ത് പോവാത്ത പഴം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാട്ടോ, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഈ നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൈസിൻസ് ആണ്. ഇനി ഈ റൈസിൻസ് നല്ലതുപോലെ ഒന്ന് വീർത്ത് വരുന്നത് വരെ ഈ ഗീയിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം റൈസിൻസൊക്കെ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം പഴം നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഈ നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പം ഞാൻ ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഈ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരക്ക് പകരം ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതായതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഈ ഫില്ലിങ് നല്ലതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ 2 പഴം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചില്ലേ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് പകരം കോഴിമുട്ടയുടെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഈ ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ പാനിലേക്ക് നമ്മൾ അരച്ചെടുത്ത പഴത്തിൻ്റെ കൂട്ടിൽ നിന്നും പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. 1 മിനിറ്റിന് ശേഷം തുറന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റിവെച്ച ഫില്ലിംഗ് ഇല്ലേ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫില്ലിങ് പാനിൻ്റെ സൈഡിലേക്കൊന്നും അധികം ആവാത്ത രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. ഫില്ലിങ് ഒരുപാട് അങ്ങോട്ട് സൈഡിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് നല്ലതുപോലെ കവർ ചെയ്ത് കിട്ടൂല. ഇപ്പോൾ ഞാൻ ഈ ഫില്ലിങ് മുഴുവനും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ചെടുത്ത പഴത്തിൻ്റെ ബാക്കിയുള്ള കൂട്ടും ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഇതുപോലെ സൈഡിലൂടെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ, എന്നാലേ നമുക്കിത് നല്ലതുപോലെ കവർ ചെയ്ത് കിട്ടുള്ളൂ. നമ്മളിത് 2 ലെയറായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുത്ത പഴത്തിൻ്റെ കൂട്ട് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ കൂട്ട് മുഴുവനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. നിങ്ങളെടുക്കുന്ന അടപ്പിന് ഇതുപോലത്തെ ഹോൾ ഉണ്ടെങ്കിൽ അതൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഞാനിത് ചെറിയൊരു സോസ് പാനിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു 20 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇതൊരു വലിയ പാനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ സ്നാക്സ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാനിലേക്ക് നമ്മുടെ പലഹാരം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്തത് കൊണ്ടാണ് നമുക്കിതിൻ്റെ അടിഭാഗം കരിഞ്ഞൊന്നും പോവാതെ കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെന്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മുട്ടയും പഴവും കൊണ്ട് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത ഉന്നക്കായയുടെ ടേസ്റ്റിലുള്ള നല്ലൊരു സ്നാക്കാണിത്. നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് ഹെൽപ്പാവും. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.